ക്യാൻസർ ബാധിച്ച ഇന്ന് മംഗലാപുരത്ത് വലിയൊരു ഹോസ്പിറ്റലിന്റെ മെയിൻ സ്ഥാപകനായ ഒരു ഡോക്ടർ ഇന്ന് ജീവിച്ചിരിപ്പുള്ളതാണ്. അദ്ദേഹം മുസ്ലിമാണ്. അദ്ദേഹത്തിന് ബ്ലഡ് ക്യാൻസർ പിടിച്ചിട്ട് എറണാകുളത്തേക്ക് ചികിത്സക്ക് കൊണ്ടുപോകുമ്പോഴാണ് ആ ഡോക്ടറുടെ തോളിൽ കൈവിട് നിങ്ങൾക്കൊന്നുമില്ല പൊയ്ക്കോളി എന്ന് പറഞ്ഞത്. ഡോക്ടറെ കാണിച്ചോളൂ എന്ന് പറഞ്ഞു. രണ്ടാമത് ബ്ലഡ് ക്യാൻസർ വന്നിട്ട് പോകുന്ന പോക്കിലാണ് എറണാകുളത്ത് നിന്ന് അവര് പറഞ്ഞു നിങ്ങളെ രോഗം കാണുന്നില്ലല്ലോ. രോഗം മാറി. ശാന്താറാം ഷെട്ടി എന്ന ഡോക്ടറുടെ പേര്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുള്ള ആളാണ്. ഞാൻ 1-2 സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തങ്ങളായാൽ ശാന്താറാം ഷെട്ടിക്ക് അത് മതി. അദ്ദേഹത്തിന്റെ ബുക്കിംഗ് കിട്ടണമെങ്കിൽ 6 മാസം 7 മാസം എല്ലിന്റെ ഡോക്ടറാണ്. മറ്റു കാര്യമായ ചികിത്സ എനിക്ക് വ്യക്തമായിട്ട് അവരുടെ എക്സ്പെർട്ടീസ് എന്താണെന്ന് അറിയില്ല. പക്ഷേ തങ്ങളുടെ ഒരു എഴുത്ത് കിട്ടിയാൽ പിന്നെ ശാന്താറാം ഷെട്ടി വേറൊന്നും നോക്കൂല. തങ്ങൾ പറഞ്ഞയച്ചതാണോ കഴിഞ്ഞു, നേരെ അപ്പോയിന്റ്മെന്റ് ആണ്. പിന്നെ അവിടെ വേറെ ഒരു വാസ്തവം വേണ്ട, അതന്നെ ധാരാളം. അദ്ദേഹം ജീവിച്ചിരിപ്പുള്ള തെളിവാണ്. കഴിഞ്ഞിട്ട് ഇപ്പൊ കൊല്ലങ്ങളായി അദ്ദേഹം ഹോസ്പിറ്റലും ചികിത്സയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഇന്ന് നമുക്ക് മുമ്പൊക്കെ നമ്മൾ അങ്ങനെ ഒരുപാട് മഹാന്മാരെ കേട്ടിട്ടുണ്ട്. ഇന്ന് നമുക്ക് കേട്ട് നമ്മുടെ മുമ്പിൽ ജീവിച്ചിരിപ്പുള്ള അപൂർവം ചില മഹാന്മാരിൽ മഹാനായ സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങൾ, അള്ളാഹു അവർക്കും അവരുടെ ജ്യേഷ്ഠനുജന്മാർ സയ്യിദന്മാരുണ്ട്. സയ്യിദ് അലി തങ്ങളുണ്ട്, അവരുടെ ജ്യേഷ്ഠനാണ് KS ആറ്റക്കോയ തങ്ങൾ, കുമ്പോൾ തങ്ങൾ അവറുകൾ. അവരുടെ അനുജനുണ്ട് ജാഫർ തങ്ങൾ, വേറെയും അവരുടെ അനുജന്മാരുണ്ട്. അവർക്കൊക്കെ ആ കുടുംബത്തിന് മുഴുക്കയും അള്ളാഹു തആല നമ്മുടെ എല്ലാ സയ്യിദന്മാർക്കും എല്ലാ ഉസ്താദുമാർക്കും ദീനിന്റെ ഖാദിമീങ്ങൾക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അവർ ഈ ഉമ്മത്തിന്റെ സംരക്ഷണമാണ്. നമുക്ക് ആവലാദികളും വേവലാദികളും ചെന്ന് ബോധിപ്പിക്കാനും ദ്വാരപ്പിക്കാനുമുള്ള മഹത്തുക്കളാണ് അവരൊക്കെ. അവരുടെയൊക്കെ തണൽ ഈ ഉമ്മത്തിന് കാലാകാലങ്ങളിൽ അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ. മഹാനായ മടവൂർ ഷെയ്ഖ് അവറുകളോടുള്ള സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടും അവിടെ തങ്ങൾ പൈസ അയച്ചിട്ടാണ് കൊടുത്തേക്കുന്നത്. തങ്ങളുടെ പ്രത്യേകത അതാണ്. യതീംഖാനകളും പരിസരത്തുള്ള ദർസുകളിലേക്കും തങ്ങളുടെ കയ്യിൽ നിന്ന് കാശെടുത്തിട്ട് അരിയും സാധനം കൊണ്ടുപോയി കൊടുക്കും. മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം എന്ന് പറഞ്ഞു. ഇതങ്ങനെ അത്ഭുത തങ്ങളാണ്. തങ്ങൾ കൊടുക്കുന്ന തങ്ങളാണ്. മാഷാ അല്ലാഹ്. വാരിക്കോരി കൊടുക്കുക. അവിടുത്തെ മഖാം, അവിടുത്തെ ഉറൂസ് വരുമ്പോ കാണാൻ പറ്റും ഓടിച്ചാടി ജനങ്ങൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാൻ വരെ സയ്യിദ് അവറുകളുണ്ടാവും. ഒരു സാധാരണക്കാരനെ പോലെ. ഒരിക്കലും നമുക്ക് തിരിച്ചറിയാം ഇതാണോ ഈ പറഞ്ഞ മഹാൻ എന്ന് നമ്മൾ കാണുമ്പോൾ. ഒരു പക്ഷേ ജനങ്ങൾക്കിടയിലൂടെ ഓടി നടന്ന് വിയർത്ത് ജനങ്ങളിൽ ഒരാളായിട്ട് നടക്കുന്നത് കണ്ടാൽ നമുക്ക് പോലും അത്ഭുതം തോന്നിപ്പോകും. അങ്ങനത്തെ ഒരു മഹാൻ. അല്ലാഹുവേ നീ അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും നിന്റെ ഹിഫ്ളും ഇനായത്തും നൽകണേ തമ്പുരാനെ. അതുകൊണ്ട് ഇജാബത്തിന്റെ സ്ഥലങ്ങൾ, ഇജാബത്തിന് അർഹതയുള്ള മഹത്തുക്കളായ ആളുകൾ, അവരോട് ദുആ അർപ്പിക്കുക. അല്ലാഹുവിന്റെ സംരക്ഷണം കിട്ടാൻ കാരണമാണ്.